ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രതാപൻ, വയോജന പഠന കേന്ദ്രം ഡയറക്ടറാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 2023-24 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുകളാണ്. അതായത് LDFൻ്റെ പ്രകടന പത്രികയിൽ ഉള്ള ഏതാണ്ട് 900 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ ഡോക്യുമെൻറ്റിൽ ഉള്ളത്. അതിൽ വയോജനക്ഷേമം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതിലൊന്ന് കാരുണ്യ അറ്റ് ഹോം എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് 1/10/2021 ആരംഭിച്ചത്. ഇതനുസരിച്ച് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കും. ആ വിലക്കുറവിൽ അതിനേക്കാൾ മുതിർന്നവരാണെങ്കിൽ 1% അധിക കിഴിവും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഗ്ലൂക്കോമീറ്റർ, BP അപ്പാരറ്റസ്, എയർ ബെഡുകൾ തുടങ്ങിയവയും ഈ കാരുണ്യ അറ്റ് ഹോം പദ്ധതി പ്രകാരം സൗജന്യമായി മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തേതാണ് വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലും ഓരോ വയോ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. കുടുംബശ്രീയിലെ ഒരു പ്രതിനിധി അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ആ സ്ഥലത്തെ വായനശാല അല്ലെങ്കിൽ ഇത് വാടകയ്ക്കെടുത്ത കെട്ടിടം എന്നിവിടങ്ങളിൽ ഈ വയോ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ജെറിയാട്രിക് വാർഡ്. കേരളത്തിലെ 16 പ്രധാന ആശുപത്രികളിൽ 10 കിടക്കകളോടുകൂടിയ ജെറിയാട്രിക് വാർഡ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ജെറിയാട്രിക് വാർഡിൽ ജെറിയാട്രിക്സിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉൾപ്പെടെ പരിശോധനാ യൂണിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ജെറിയാട്രിക് വാർഡുകളിൽ ഉണ്ട്. നാലാമത്തെ കാര്യമാണ് വയോജന ക്ലിനിക്ക്. അതായത് ജീവിതശൈലി നിർണയ ക്ലിനിക്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം വയോജന ക്ലിനിക്ക് കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ 227 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഈ വയോജന ക്ലിനിക്ക് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ഒരു സ്റ്റാഫ് നേഴ്സിനെയും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും ഈ വയോജന ക്ലിനിക്കിൽ അധികമായി വയോജനങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതും 227 കേരളത്തിലെ ആകെയുള്ള 227 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രികളിലും ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫിസിയോതെറാപ്പിക്ക് ആവശ്യമായിട്ടുള്ള വിവിധ ഉപകരണങ്ങളും ഫിസിയോതെറാപ്പിസ്റ്റും അവിടെ സേവനം 227 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രികളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ആറാമത്തെ കാര്യമാണ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച്. കേരളത്തിലെ സർക്കാരിൻ്റെ ധനസഹായം പറ്റി പ്രവർത്തിക്കുന്ന 716 വയോജന ഭവനങ്ങളുണ്ട്. ഈ എല്ലാ വയോജന ഭവനങ്ങളിലും വർഷത്തിൽ 3 പ്രാവശ്യം വീതം മെഡിക്കൽ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് എന്നും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് 2023-24 പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്.